ഹായ്, MBAയുടെ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു ആഘോഷമാണ് കേട്ടോ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സുകളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊരു സർപ്രൈസ് എൻട്രി ആണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. കാണാം. എല്ലാവരും ഗുഡ് ഈവനിങ്. ഇവിടെ ഉള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരുടെ ഉള്ളൊരു സ്നേഹം. അത് അന്ന് കാണുമ്പോൾ ഓടി വരും ടീച്ചറെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനിവേ കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഹായ്, പേരെന്താ? റിൻഡ. എങ്ങനെ ആൻസെന്റിനെ അറിയാം? ആൻസെൻ്റ് എൻ്റെ കസിനാണ്, വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഒരു 19-20 കൊല്ലമായിട്ട് അവളറിയാം. ആൻസെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ പറയാ? ആൻസെൻ്റ് അടിപൊളിയല്ലേ? അടിപൊളി. അവളെ സർവകലാ വല്ലഭ, എല്ലാത്തിലും നല്ല കഴിവുള്ള ഒരാൾ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ടു ആൻസി ഫോർ യുവർ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഇത് നമുക്കെല്ലാവർക്കും എന്താ പറയണ്ടേ, അഭിമാനിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. നമ്മുടെ കൂടെയുള്ള ഒരു സുഹൃത്ത് അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻസി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഇതിൽ എല്ലാം ആൾ നേടിയെടുത്ത് അത് ശരിക്കും അപ്രിഷ്യേറ്റബിളാണ്. എനിക്ക് ആൻസിയെക്കുറിച്ച് പറയുമ്പം എനിക്ക് അങ്ങനെ തന്നെയാണ് എപ്പോഴും തോന്നാറുള്ളത്. കാരണം എന്നെ ആൻസിയുടെ ഈ ഗ്രൂപ്പിലേക്ക് എത്തിച്ചത് ദൈവമാണ്. നമ്മുടെ കുറവുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന വ്യക്തി നമ്മുടെ പേരൻസ് മാത്രമായിരിക്കും, അല്ലേ? പക്ഷേ നമ്മളുടെ കുറവുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന നല്ലൊരു സുഹൃത്തെന്ന് പറയുന്നത് അത് ദൈവം അനുഗ്രഹിച്ച ചില വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. ആൻസി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, പാഷനേറ്റ് ഡാൻസറാണ്, പിന്നെ ഒത്തിരി ടാലൻറ്റഡ് ആണ്. ഞങ്ങൾ ഒരുപാട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾക്കും. അപ്പോൾ ഒക്കെ ഉള്ള എല്ലാ നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട്. വി ട്രസ്റ്റ് ലൈക്ക് വി എൻജോയ് യുവർ ഫ്രണ്ട്ഷിപ്പ്, we enjoy everything, we enjoy your presence, everything. And congratulations once again. അമ്മ ഉണ്ട് ഇവിടെ. അമ്മ ഷുഡ് ബി സോ പ്രൗഡ്. ഇങ്ങനെ ഒരു മോളെ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള, ബേസിക്കലി അതാണ് അവളുടെ ഒരു മുഖമുദ്ര. പോസിറ്റീവാണ്, പ്ലസൻ്റ് ആണ്. അവൾക്ക് ആൾക്കാരെ കുറിച്ച് കുറ്റം പറയാനില്ല. ആൻസി ആൻറ്റി എന്ന് വെച്ചാൽ എനിക്ക് അന്ന് അറിയണ ആൻസി ആൻറ്റിയേക്കാളും എനിക്ക് ഇപ്പോഴുള്ള ആൻസി ആൻറ്റിനെ കുറിച്ച് പറയാനാണ് ഇഷ്ടം. ഭയങ്കരമായിട്ട് ഇഫോർട്ട് എടുക്കുന്ന ഒരാളാണ്. ഒരു കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യമായാലും അവളുടെ ഇഫോർട്ടിനെ സമ്മതിച്ചേ പറ്റൂ. അത്രയും ഡെഡിക്കേറ്റഡ് ആയ ഒരാളായിട്ടാണ് എനിക്കിപ്പോൾ ആൻസി ആൻറ്റി. ഹാർഡ് വർക്കിംഗ്, വെരി എന്താ പറയുക, നമ്മളെയൊക്കെ ഒരു അനുകരിക്കാൻ തോന്നുന്നൊരു പേഴ്സണലി അങ്ങനെ ഒരാൾ. പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ, അത് ചെറുതായിട്ടൊരു കഴിയില്ല, കാരണം കുറേ പറയാനുണ്ട്. പക്ഷെ എന്നാലും അതായത് എന്ത് കാര്യവും ആ ഒരു ആളുടെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അതാണ് എന്ത് ചെയ്യാനായിട്ടുള്ള എൻ്റെ ആളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആൻസി എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ആളുടെ എല്ലാ ഡ്രീംസും കം ട്രൂ. ആൻസിയാണ് ഞാൻ കൈരളിയിലേക്ക് വരാനുള്ള എനിക്ക് ചാൻസ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ആൻസിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്തത് ഈ ലോകത്തിലൊന്നുമില്ല. അതിന് പൈസയോ പ്രശ്നമോ ഈവൻ നമ്മുടെ ഫാമിലിയോ നമുക്ക് ഒരു തടസ്സമല്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇവള്. അപ്പോൾ എല്ലാ ആശംസകളും.